ഗോപാല, ഈ സ്ലേറ്റ് കൊണ്ട് ഒന്ന് തലക്കടിക്കടാ. ഓ, നീ മനുഷ്യനെ മെനക്കെടുത്താണ്ട് പോസാണ്ടാ. പോവില്ല. നിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി കടം തീർക്കാതെ ഞാൻ പോവില്ല. സ്കൂളിൽ പഠിക്കുമ്പോ നീ എന്റെ തലക്കടിച്ചെന്റെ കടം തീർക്കാൻ ഇത്രയും കൊല്ലം കാത്തിരുന്നത് എന്തിനാ സദാനന്ദ? നീ എന്താ ഹജ്ജിന് പോകണ്ട? ഹജ്ജിന് പോണ ആൾക്കാർ സർവ്വ കടങ്ങളും തീർത്തിട്ടേ പോകുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും അതുപോലെ ഒരിടത്തേക്കാ പോകുന്നതെന്ന് കൂട്ടിക്കോ. ചെയ്തു പോയ എല്ലാ തെറ്റുകളും കടങ്ങളും ഒക്കെ തീർത്തിട്ട് വേണം പോകാൻ. എവിടെ? കാശിക്ക? അതിനേക്കാളും പുണ്യപ്പെട്ട ഒരു സ്ഥലത്തേക്കാ. ഇതൊന്നു വാങ്ങി തലക്കടിക്കടോ. അടിച്ചോണ്ട സ്ഥലം വിട്ടോളണം. ഒരു കടം തീർത്ത സന്തോഷത്തോടെ കൃതാർത്ഥനായിട്ട് ഞാൻ പൊക്കോളാം. ദാ ഇത് വാങ്ങി അടിക്കടാ. ഓക്കേ. കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്ക്. ഇതെന്താ താലി കെട്ടാൻ പോവേ? ഈശ്വര. അയ്യോ, ഇങ്ങനല്ല, മുറുക്കി അടിക്കേ. അന്ന് നമ്മൾ 3 ബെയില് പഠിക്കുമ്പോ ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു 2:30 മണിക്ക് ഞാൻ നിന്റെ തലയ്ക്ക് സ്ലേറ്റ് കൊണ്ട് അടിച്ചപ്പോ തല പൊട്ടി ചോര ഒഴുകിയതൊക്കെ ഓർമ്മയില്ലേ നിനക്ക്? എന്നാ അടിച്ചോളൂ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ സദാ സദാ, ഞാൻ സ്ലേറ്റും കൊണ്ട് മാഷിന്റെ തലക്കടിച്ചപ്പോ. അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ അടിച്ചതല്ല, എന്നെ കൊണ്ട് അടിപ്പിച്ചതാ. സദാ കണ്ണുറക്ക്. സദാ സദാ. അന്ന് ഞാൻ ഇത്രയും സ്ട്രോങ്ങിൽ അടിച്ചില്ലാട്ടോ ഗോപാല. സ്കണ്ട് വീണ പോലെയായി. ഓ, എന്നാലും എന്റെ സദാനന്ദ, ഒരു നിമിഷം കൊണ്ട് ഞാൻ തീഹാര്, വിയ്യൂര്, കണ്ണൂര്, പൂജപ്പുര ആദിയായ ജയിലുകളൊക്കെ ഇതിലൂടെ കണ്ടു. വെറുതെ ചുരിദാറും തയ്ച്ചോണ്ടിരുന്ന എന്നെ നീ ഇതുകൊണ്ട് പോയേ. ഈ പൊട്ടിയ സ്ലേറ്റ് ആയിട്ട് ഞാൻ എങ്ങനെ എന്റെ കുട്ടിയുടെ മുമ്പില്? അതൊന്നും എനിക്കറിയില്ല. നീ ഇവിടുന്ന് പോയേ. ഒന്ന് പൊക്കിയെടുത്ത് വെക്കൂ. എങ്ങനെ കൊണ്ടുപോ. ഇത്രയും നേരമായിട്ട് ആളെ കാണാനില്ലല്ലോ. എന്നും ഇങ്ങനെയാ? ഏയ്, അങ്ങനൊന്നും ഇല്ല. ഏട്ടൻ വേണമെങ്കിൽ പൊയ്ക്കോളൂ. വൈകിയ ഏട്ടത്തെ അമ്മയും വിഷമിക്കും. അത് സാരമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇതൊക്കെ കേട്ട് നല്ല സന്തോഷത്തിലാണല്ലോ ഇരിക്കുന്നത്. നീ ചെല്ല്, എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. സ്ലേറ്റിനൊക്കെ എന്താ വെയിറ്റ്? അളിയൻ എപ്പ വന്നു? ഞാൻ വന്നിട്ട് കുറെ കൊല്ലായി. അളിയനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ പറയാതെ, താൻ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കണേ? മനുഷ്യനായി ഇത്തിരി കോമൺ സെൻസ് വേണം. വിശ്വാസമൊക്കെ എനിക്കുണ്ട്. അതൊരു കോൺഫിഡൻസിന് വേണ്ടിയാ, മറ്റുള്ളവർ ദ്രോഹിക്കാൻ വേണ്ടിയല്ല. ഞാനെന്ത് ദ്രോഹം ചെയ്തു? ദ്രോഹമല്ലാതെ ഇതൊക്കെ പിന്നെന്താ? ആ ചാക്കോമാഷ് തന്നെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇങ്ങനൊരു ബന്ധം വേണ്ടാന്ന്. അതെങ്ങനെയാ? ആർക്കെങ്കിലും വേണ്ടി കഴുത്ത് നീട്ടണമെങ്കിൽ അത് സദാനന്ദന്റെ മുമ്പിലെ നീട്ടുള്ളൂ എന്നും പറഞ്ഞു ഒറ്റക്കാൽ ഒറ്റ നിപ്പല്ലേ എന്റെ പെങ്ങള്. ഏട്ടാ, ഇപ്പൊ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ഞാൻ പറയും. ഇയാളെ വിഡിത്തം കേട്ട് നീ കിടന്ന് നെഞ്ചു നീർന്നത് കാണാൻ ഇത്തിരി വിഷമമുണ്ട് എനിക്ക്. എന്റെ നീറ്റിൽ ആരും കാണുന്നില്ല. തന്റെ നീറ്റില് അത് ഇയാൾ സ്വയം വലിച്ചുണ്ടാക്കണതാ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ണി കണ്ട ഫ്രോഡ് ജ്യോത്സ്യന്മാരും കൈനോട്ടക്കാരൊക്കെ പറഞ്ഞു കേട്ടും ഇല്ലാത്ത പൊല്ലാപ്പ് വലിച്ചു വെച്ച് എന്റെ പെങ്ങളെ നോവിച്ചാലുണ്ടല്ലോ. ഇനിയൊന്നും പറയണ്ട. ഓഹോ, അപ്പൊ ഞാൻ പുറത്തായില്ലേ? ആയിക്കോട്ടെ, ഞാൻ പൊക്കളാം. പക്ഷെ ഇനി ഇയാളുടെ കാര്യവും പറഞ്ഞു കേട്ടാന്ന് വിളിച്ച് കണ്ണീരൊലിപ്പിച്ചിട്ട് വന്നാലുണ്ടല്ലോ. ഇല്ല, ഈശ്വരൻ എന്താ വിധിച്ചേക്കണേന്ന് വെച്ചാൽ അങ്ങനെ വരട്ടെ. ഞങ്ങൾ അനുഭവിച്ചോളാം. അനുഭവിച്ചോ? അനുഭവിച്ചോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? സദ്വേട്ടൻ എവിടെ പോയതാ? ഞാനൊരു പ്രായച്ചിത്തം ചെയ്യാൻ പോയതാ. വ്യാക്രിയെ പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിൽ. എന്താ ഇത്? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കണ്ണടയ്ക്കുമ്പോ വല്ലാത്തൊരു പേടി. കുറച്ചു നേരം രാമായണം വായിച്ച മനസ്സിനൊരു സമാധാനം കിട്ടും. അതുകൊണ്ടാ. സുമ പോയി കിടന്നോ, ഞാൻ ഉറക്കം വരുമ്പോ വന്നോളാം.
ദേഹം നിമിത്തമഹബുദ്ധി കൈകൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. വാണിയന്തുരുത്ത് പഞ്ചായത്തിൽ നേതാജി ഗ്രാമീണ വായനശാല സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരിൽ പ്രധാനിയായിരുന്നു ശ്രീ ശ്രീധരൻപിള്ള. ഇദ്ദേഹത്തിന്റെ നിര്യാണം പ്രവചിച്ചിരുന്നതായി പ്രസിദ്ധ ജ്യോത്സ്യരും മരണപ്രവാചകനുമായ ഡോക്ടർ മണ്ണുണ്ണിക്കാവ് കൃഷ്ണനുണ്ണി അവകാശപ്പെടുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം, മൈക്യ സത്യാഗ്രഹം തുടങ്ങിയ സമരങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ഇദ്ദേഹം ഇവിടെ ആരുമില്ലേ? എന്താ എന്നെ മനസ്സിലായില്ലേ? LICയുടെ അത് തന്നെ ജോസഫേട്ടൻ. അപ്പൊ മറന്നിട്ടില്ല. മാഷില്ലേ? ഇല്ല. സ്കൂളിൽ അന്വേഷിച്ചപ്പോ വന്നിട്ട് കുറച്ച് ദിവസം ആയെന്ന് പറഞ്ഞു. നമ്മുടെ ഗോപാലിന്റെ കടയിൽ സെയ്താലിക്കയുടെ കടയിലൊക്കെ അന്വേഷിച്ചു. ദൂരെ എവിടേക്കെങ്കിലും പോയതാണോ? ഏയ്, അല്ല, അടുത്ത് തന്നെ ഒരു ദൂരയാത്ര ഉണ്ടാവും പറഞ്ഞിരുന്നേ. ഇത് മാഷ് വരുമ്പോ കൊടുത്തോളൂ. മാഷ് ഒരു പോളിസി എടുത്തിരുന്നു. അതിന്റെ ഫസ്റ്റ് പ്രീമിയം അടച്ചിട്ട് രസീതും പേപ്പറുകളൊക്കെയാ. എപ്പോഴാ ഇതെടുത്തേ? കുറച്ച് ദിവസമായിട്ടുള്ളൂ. എന്റെ മാതാവേ, എത്ര നാള് കൊണ്ട് പുറകെ നടക്കണെന്നാ. ഒടുവിലാള് വീട് കിട്ടി. എന്താണ് വിളിച്ചു നോക്കണത്? ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി പുറകെ ഓരോന്ന് വരാൻ പോകുന്നതേ ഉള്ളൂ. മോളുടെ പേരിലെടുക്കാൻ പറ്റിയൊരു പോളിസി ഉണ്ട്. അവളെ കെട്ടിക്കാൻ പ്രായമാകുമ്പോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ നടത്താവുന്ന ഒരു പോളിസി. അല്ല, മാഷിന് വല്ല വിറക് വെച്ചോണ്ട് തുടങ്ങാനുള്ള പരിപാടി എന്താ? എന്താ? കവലയില് മാവിന് വില പറയുന്നത് കേട്ടെ. മാവിന് വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ചുളിവിൽ അടിച്ചെടുക്കാൻ പറ്റിയ 3-4 എണ്ണം എന്റെ കസ്റ്റഡിയിലുണ്ട്. ഓക്കെ? രാത്രി ഉറക്കം കിട്ടാത്തത് വെറുതെ അല്ല, എന്തോ തക്കതായിട്ടുള്ള പേടി കിട്ടിയിട്ടുണ്ട്. എന്താ രാത്രിയിൽ വല്ല പ്രേതശക്തികളും കണ്ട് പേടിച്ചോ? അതിന് കുറച്ച് പുളിക്കും. പ്രേതങ്ങള് ഭാഷ കണ്ട് പേടിച്ച് ഉറക്കം കിട്ടാൻ നടക്കണ്ടാവും. എന്താ എന്നെ കാണുമ്പോ ഭാസ്കരന് ഉറക്കം കിട്ടാതാവുണ്ടോ? വെറുതെ പ്രേതായി. പേടിയല്ല വൈദ്യരെ, നെഞ്ചിടിപ്പാ. കണ്ണടച്ച ഓരോ ദുസ്വപ്നങ്ങൾ കാണുക. സാറില്ല, ഇതിന്ന് 2 ഗുളിക 2 ഔൺസ് അരിഷ്ടത്തിൽ ചാലിച്ച് അത്താഴം കഴിഞ്ഞ് കിടക്കണേലും മുമ്പാണ്ട് കഴിച്ചോളൂ. നല്ല അസലായിട്ട് ഉറങ്ങും. പിന്നെ ആന കുത്തി അറിയില്ല. ആന കുത്തി അറിയില്ലേ? കുറച്ച് ആനപ്പാപ്പന്മാർക്ക് കൊടുത്തേക്കൂ. അവരാ ഇപ്പൊ വേദന അനുഭവിക്കണതേ. മോളു, അച്ഛനു വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ. ആ, ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ? അച്ചു എവിടെ? എന്തു പറ്റി ചേച്ചി? അവൾ ആകെ അങ്ങ് കോലം കിട്ടുപോയല്ലോ. അന്ന് തറവാട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, മുരളി തിരിച്ചു വന്ന് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയെന്ന്. എന്ത് സന്തോഷായിരുന്നറിയോ എന്റെ മോക്ക്. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായേ? അവന്റെ തന്തയും തള്ളയെ സമ്മതിക്കണ്ടേ? തൊട്ടേനും പിടിച്ചതിനൊക്കെ കുറ്റേ വെക്കാം. ഇവള് അപശകുനാത്രേ. അവനെ നിർബന്ധിച്ച് ബന്ധം വേർപെടുത്താൻ നോട്ടീസ് അയച്ചിരിക്കുക. സദാനന്ദൻ അന്ന് പറഞ്ഞപ്പോഴേ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ എന്റെ മൂക്കി ഗതി വരില്ലായിരുന്നു. സദാനന്ദൻ പറയണേലും കുറെ സത്യമുണ്ട് സുമേ. എന്റെ അനുഭവത്തിൽ അവൻ പറഞ്ഞൊന്നും ഇന്ന് വരെ പഴിച്ചിട്ടില്ല.